പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുനാമത്തിൻ്റെ ശക്തി നാം ഓരോരുത്തരിലേക്കും വന്ന് നിറയട്ടെ. യേശുനാമം പറയുമ്പോഴൊക്കെയും യേശുവിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നാം വിശ്വസിക്കുക. കാരണം അത്രയ്ക്ക് ശക്തിയേറിയ നാമമാണ് യേശുവിൻ്റെ നാമം. ഓരോ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ നാം പറയേണ്ടതായിട്ടുള്ളൊരു വചനം 1 കൊരിന്ത്യർ 15:10. ഞാനിന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലത്രേ. നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലത്രേ. നമ്മുടെ സാമർഥ്യമോ കഴിവോ ഒന്നുമല്ല. നമ്മളെ ദൈവം ഓരോ ദിവസവും കാത്തു പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. ആ ദൈവകരുണയോർത്ത് എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ജീവിതം നന്ദിയുടെ ജീവിതമായിരിക്കാനായിട്ട് പരിശ്രമിക്കുക. വചനം കേൾക്കുവാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുക. നമ്മുടെ ഈ ചെറിയ ജീവിതം, ഇനിയുള്ള നമ്മുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കുന്നതിനും നന്ദി പറയുന്നതിനും വേണ്ടിയിട്ട് മാത്രമുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം പറയുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കണ്ണുനീരോടെ ഈ വചനം കേൾക്കുന്ന, പല കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന മക്കളോടായിട്ട് ദൈവവചനം പറയുന്നത്, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. ഒത്തിരിയേറെ വേദനയിലായിരിക്കുന്ന മക്കൾ കർത്താവിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് നീങ്ങുക. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 16-ാമത്തെ വാക്യം അത് മനസ്സിൽ ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും കണ്ണുനീര് കാണുന്ന ദൈവം നിന്റെ കണ്ണുനീരിന് ഉത്തരം തന്നിരിക്കും. വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ നന്മകളും നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.